വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് റോസ്. എവിടെ സ്ഥലം? തിരുമല. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഏത് ക്ലാസ്സിലാ? എട്ടില്. നിവേദിത. എവിടെ സ്ഥലം? വഴുതക്കാട്. എട്ടിലാണോ? അനസൂയ. വഴുതക്കാട് 10th. 8, 9, 10 പ്ലസും തോന്നുന്നില്ലല്ലോ. ഏത് ക്ലാസ്? 8th. അപ്പൊ ഇത്രയും 8, 9, 10 നിങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയി? ഞങ്ങള് ഒരുമിച്ച് ഓക്കെ. അപ്പോൾ എന്താണ് പ്രോഗ്രാം അതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഇൻജോർഡ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അതിന് രസകരമായ ആൻസർ നിങ്ങൾ എനിക്ക് തരിക. ക്ലൂസ് ഒക്കെ ഒരുപാട് തരും. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക. കൂടുതൽ ആരാണോ പറയണം അവരാണ് മറ്റേ ഈ പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ആണ്. കുസൃതി ചോദ്യം അറിയോ? ഇല്ല, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉണ്ടാക്കുന്നവൻ ഉപയോഗിക്കില്ല ഈ സാധനം, പക്ഷെ ഉപയോഗിക്കുന്നവൻ അറിയത്തുമില്ല. ഇത് ഉണ്ടാക്കുന്നവൻ ഈ ഒരു സാധനം ഉപയോഗിക്കത്തേ ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ എന്തായാലും ഉപയോഗിക്കത്തില്ല. നിങ്ങൾക്ക് ഒരു ക്ലൂ പറയാൻ പറ്റത്തില്ല. എന്താണ്? ചവിട്ടി. യെസ്, കറക്റ്റാണ്. നല്ല ക്ലൂ ആയിരുന്നല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉറക്കമുണ്ട് പക്ഷെ കണ്ണടക്കില്ല. കണ്ണടക്കാതെയാണ് ഉറങ്ങുന്നത്. എന്താണ്? മീൻ. കേട്ടിട്ടുണ്ടല്ലേ? അറിയാമല്ലോ. ഒരു GK ക്വസ്റ്റ്യനുമായിട്ട് മിക്സ് ചെയ്താണ് വരുന്നല്ലേ, അതുകൊണ്ടറിയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉരുട്ടാം പിരട്ടാം പക്ഷെ എടുക്കാൻ പറ്റില്ല. എന്നെ നോക്കി കിട്ടും. കണ്ണ്. യെസ്, കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എങ്ങും തെങ്ങി നിൽക്കും പക്ഷെ ആർക്കും പിടിക്കാൻ പറ്റത്തില്ല. എന്താണ്? എങ്ങും തെങ്ങി നിൽക്കും പക്ഷെ ആർക്കും പിടിക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ഉണ്ട്. മരമല്ല. ഇവിടെ സൂര്യൻ, വെളിച്ചം അല്ല, കാറ്റാണ്. കാറ്റ്. യെസ്, കറക്റ്റ് ആൻസർ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് ഒരാൾ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. അപ്പോൾ 2 പേര് എൻജോയ്ഡിഞ്ച് പോരാട്ടമാണ്. ഓക്കെ, അപ്പോൾ 2 പേര് തമ്മിലുള്ള എൻജോയ്ഡിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്നും കുളിക്കും. വീട്ടിലുള്ളൊരു സാധനമാണ് ഇത്. എന്നും കുളിക്കും, ഞാൻ മഞ്ഞ നീരാടും, എന്നാലും കാക്കയെ പോലെ ഞാൻ ഇരിക്കത്തുള്ളൂ. എന്താണ്? മുടിയല്ല. മഞ്ഞ നീരാടും, കുളിക്കും, അടുക്കളയിൽ കാണുന്ന സാധനമാണ്. പണ്ടുള്ള ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കും. ഇപ്പോ ചില വീട്ടുകാരൊക്കെ ഉപയോഗിക്കുമായിരിക്കും. അമ്മിക്കല്ലാണ്. ആണാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഴുത്തുണ്ട്, പുസ്തകമല്ല, ചിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചുമരല്ല, വട്ടത്തിലാണ്, ചക്രവുമല്ല. എന്താണ് സാധനം? എഴുത്തൊക്കെ ഉണ്ട്, പുസ്തകമൊന്നുമല്ല. കോയിൻ. കേട്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഇല്ല. പിന്നെ പെട്ടെന്ന് എങ്ങനെ ആൻസർ കിട്ടി? ഇത് ആരും പറയാത്ത ആൻസർ ആണല്ലോ. ഇടുക്കി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓടി ഓടി നടക്കുന്ന തീപ്പന്തം എന്താണ്? സൂര്യനല്ല. ഓടി ഓടി നടക്കും, പെട്ടെന്ന് ഓടി ഓടി നടക്കും. സൂര്യനൊക്കെ പതുക്കെയല്ലേ പോത്തു? ഒരു ജീവിയാ. ഫയർഫ്ലൈ. മിന്നാമിനിങ്ങാണോ ഉദ്ദേശിച്ചത്? യെസ്, കറക്റ്റ് ആൻസർ ആണ്. മിന്നാമിനിങ്ങാണ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അകത്തിരിക്കുന്നവനെ പുറത്ത് കാട്ടുന്ന കണ്ണാടി എന്താണ്? അത് എന്നെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ണല്ല. എല്ലാം കണ്ണല്ല. അകത്തിരിക്കുന്നവനെ പുറത്ത് കാട്ടുന്ന കണ്ണാടി എന്താണ്? മുഖം. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു, ഇവിടെ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. 2, ഇവിടെ 2. ഓക്കെ, അവർ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കണേ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ്, ഒന്ന് ഓർത്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അകത്ത് രോമം പുറത്തിറച്ചി. മൂക്ക്. അറിയാം. കേട്ട് പഴകിയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടിക്കാത്ത മുറ്റത്തിന്റെ പേരെന്താണ്? അടിക്കാത്ത മുറ്റത്തിന്റെ പേരെന്താണ്? ഇപ്പൊ നോക്കിയ സ്ഥലം തന്നെ. രണ്ടുപേരും നോക്കുന്നു. ഇവിടെ എത്ര ക്വസ്റ്റ്യൻ? 4 ആവുന്നു അല്ലേ? 4 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടി. എന്തായാലും പേര് റോസ്. യെസ്, റോസ്. ആദ്യം ഞാൻ വന്നപ്പോൾ റോസ് എന്ന പേര് പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ വിജയ് ആരാ?
റോസ്. അപ്പോൾ റോസിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. ബാലരാമപുരം കൈത്തറിയുടെയും കൂടെ സമ്മാനമാണ്. ക്ലാപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എല്ലാവരും, ഓരോരുത്തർ കാലിലൊക്കെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇൻഷോർട്ട് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയണ്ടേ? രഹിതരായ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. ഒക്ടോബർ 30-ാം തീയതി നടക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ 6ാമത്തെ നറുക്കെടുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് 3 സെന്റ് വെച്ച് 5 പേർക്കാണ്. ഈ 5 പേർക്ക് 250 പേരിൽ നിന്നാണ് ഞങ്ങൾ 5 പേരെ തിരഞ്ഞെടുക്കുന്നത്. ഓരോ മാസവും 50 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ ഡിസംബർ വരെ ആകുമ്പോൾ ഏകദേശം 250 പേർ. ഭാഗ്യശാലികളായ 5 പേർക്ക് നിങ്ങൾക്ക് 3 സെന്റ് വെച്ച് ലഭിക്കുന്നത്. ഈ വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ്. അതിമനോഹരമായ ഒരു വസ്തുവാണ്. കാരണം വീട് വയ്ക്കാൻ വെള്ളവും മറ്റ് അത്യാവശ്യ ഘടകങ്ങളായ എല്ലാ സംഗതിയും ഉള്ള ഒരു അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒന്നാം സമ്മാനമായി എത്തിക്കുന്നത്. രണ്ടാം സമ്മാനമായിട്ട് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ടോക്കണിന് ഒരു ഗോൾഡ് കോയിനാണ് ലഭിക്കുന്നത്. മാസം തോറുമുള്ള നറുക്കെടുപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ മെഗാ നറുക്കെടുപ്പിൽ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. ആ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം 10 പേർക്കാണ് ലഭിക്കുന്നത്. അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു താവൂക്ക് കമ്പനിയും ബാക്കി 9 ടോക്കണിന് ലഭിക്കുന്നത് 9 വീടുകളുമാണ്. രണ്ടാം സമ്മാനമായി 13 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിൽ 10 പേർക്ക് 5 സെന്റ് വെച്ചും അല്ലാതെ 2 പേർക്ക് 5 സെന്റ് വെച്ചും അതോടൊപ്പം തന്നെ ഒരാൾക്ക് 10 സെന്റും വെച്ചു. അങ്ങനെ 13 പേരെയാണ് ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ തിരഞ്ഞെടുക്കുന്നത്. 3ാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏവരുടെയും സ്വപ്നവാഹനമായ താർ കാറാണ്. അതോടൊപ്പം 4ാം സമ്മാനമായി ലഭിക്കുന്നത് ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ, അതും 3 പേർക്ക്. 5ാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന 25 പേർക്ക് ഗോൾഡ് കോയിനും അതോടൊപ്പം തന്നെ 6ാം സമ്മാനമായി 100 പേർക്ക് ഗൃഹോപകരണങ്ങളുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയവ. 500, 1000, 1500, 5000, 10000 എന്നീ രൂപയ്ക്ക് നിങ്ങൾക്ക് കൂപ്പണുകൾ ലഭിക്കും. അതിൽ 500 രൂപയ്ക്ക് 2 ടോക്കണും 1000 രൂപയ്ക്ക് 5 ടോക്കണും 1500 രൂപയ്ക്ക് 7 ടോക്കണും 5000 രൂപയ്ക്ക് 25 ടോക്കണും 10000 രൂപയ്ക്ക് 50 ടോക്കണുമാണ് ലഭിക്കുന്നത്. വ്യത്യസ്തമായ നമ്പറുകളിൽ നിങ്ങൾക്ക് ടോക്കണുകൾ ലഭിക്കുന്നതാണ്. 1000 രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും ഷർട്ട്, മുണ്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ 1500 രൂപയ്ക്ക് ഒരു ജോഡി ഷർട്ട്, മുണ്ട് അല്ലെങ്കിൽ സാരി, ചുരിദാർ ഇഷ്ടമുള്ള ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 5000 രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾക്കോടൊപ്പമാണ് നിങ്ങൾക്ക് 25 ടോക്കനും അതോടൊപ്പം തന്നെ 10000 രൂപയ്ക്ക് 50 ടോക്കനും ഒരു കുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ലഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ നൽകുന്നത്. നിങ്ങളെല്ലാവരും ടോക്കൺ എടുക്കുകയല്ലേ?